ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവം നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും. ഒരു അച്ഛനും മകനും രാത്രി യാത്ര ചെയ്യുകയായിരുന്നു. വഴിയിലൊരു വാഹനം തടസ്സമായി കിടക്കുന്നത് കണ്ടപ്പോൾ നമ്മളിൽ പലരും ചെയ്യുന്ന പോലെ തന്നെ ഒരു ഹോൺ അടിച്ചു. ആ ഹോൺ അടിക്കുമ്പോൾ അവർ വിചാരിച്ചില്ല ആ കാറിലുള്ള ആൾക്കാർ സാധാരണക്കാരല്ലാന്ന്, കുറച്ച് ഗുണ്ടകളായിരുന്നു. ഗുണ്ടയല്ലേ, ഹോൺ അടിച്ചാൽ അവർക്ക് ദേഷ്യം വരും. അവർക്ക് ദേഷ്യം വന്നു. അവർ പുറത്തിറങ്ങി ഈ അച്ഛനെയും മകനെയും തല്ലിച്ചതച്ചു. മകൻ്റെ കൈയൊടിഞ്ഞു, അച്ഛൻ്റെ വിരലുകൾ പൊട്ടലുണ്ട്. രണ്ടുപേരും ഇപ്പോൾ കിടപ്പിലാണ്. ഒന്നാലോചിക്കണം, 18 വയസ്സ് പോലും തികയാത്ത ഒരു കുട്ടിയെയാണ് അവന്മാർ റോട്ടിട്ട് തല്ലിച്ചതച്ചത്. എന്തിനായിരുന്നു? ഒരു ഹോൺ അടിച്ചതിന്. ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ഗുണ്ടയാണ്, ഗുണ്ടയ്ക്ക് ദേഷ്യം വരും, സ്വാഭാവികം. ഈ ആക്രമണമെല്ലാം കഴിഞ്ഞ് ഇന്ന് രാവിലെ ഈ കുട്ടിയുടെ അമ്മയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI വിളിച്ചിരുന്നു, നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അമ്മയെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറയോ, എനിക്ക് പരാതിയൊന്നുമില്ല, അവൻ രണ്ട് കിട്ടിക്കോട്ടെ, അങ്ങനെ തന്നെ വേണം എന്ന് പറയുമെന്ന് വിചാരിച്ചോ SI? എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? ഈ പോലീസ് ഇങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത്? ഒരു കുട്ടിയെ, 18 വയസ്സ് പോലും തികയാത്ത ഒരു കുട്ടിയെ തല്ലിച്ചതച്ചതിന് ശേഷം സ്വന്തം അമ്മയോട് വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഇവനെ അടി കിട്ടിയവൻ്റെ കയ്യെ കൊടിഞ്ഞതിൽ വല്ല പരാതി ഉണ്ടോ എന്ന്. അപ്പോൾ ഈ അമ്മ പറയണമായിരിക്കും, പരാതി ഒന്നുമില്ല, ആ ചെക്കൻ രണ്ട് കിട്ടായിരുന്നു, അവൻ്റെ കയ്യിലിപ്പ് ശരിയായിരുന്നു, അവൻ്റെ അച്ഛനും കിട്ടിയത് വളരെ ഗുഡായി എന്ന് പറയണമായിരിക്കും അല്ലേ? എന്താ പോലീസ് ഇങ്ങനെ? ഇത്തരത്തിലുള്ള ഗുണ്ടകളെ സപ്പോർട്ട് ചെയ്യുന്നതും സംരക്ഷിക്കുന്നതും ഈ രാഷ്ട്രീയക്കാരും ഈ പോലീസുകാരും തന്നെയാണ്. അതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം. സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് റോട്ടിലേക്ക് പോകുമ്പോൾ ഹെൽമെറ്റ് എടുത്തില്ലെങ്കിൽ അതിൻ്റെ പേരിൽ പിഴ അടയ്ക്കാനും കേസ് എടുക്കാനും കാണിക്കുന്ന തിരക്കൊന്നും നിങ്ങൾക്ക് എന്താ ഇത്തരം കാര്യങ്ങൾ കാണിക്കാത്തത്? അപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് ഫോൺ വിളിച്ച് ചോദിക്കും, നിങ്ങൾക്ക് പരാതി ഉണ്ടോ, പരാതി ഞങ്ങൾ വന്നാൽ തരുമോ, ഞങ്ങൾ പരാതി എടുക്കട്ടെ എന്നുള്ള പെർമിഷനൊക്കെ എത്ര തവണ വിളിച്ച് ചോദിച്ചിട്ടാണ് നിങ്ങൾ പരാതി എടുക്കുന്നത്? എന്താണ് മുന്നിൽ കാണുന്ന ആവശ്യമൊന്നും ഈ ഗുണ്ടകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇല്ലാത്തത്? നിങ്ങൾക്ക് ഒരു ഭയമാണോ? കേരള പോലീസ് ജനങ്ങളെ സംരക്ഷിക്കുമെന്നും കേരള പോലീസ് അപകട സമയത്ത് ഒപ്പം ഉണ്ടാകുമെന്നുള്ള വിശ്വാസമല്ലേ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കുള്ളത്? ആ വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ ആൾക്കാർ രാത്രിയും പകലും പുറത്തിറങ്ങി നടക്കുന്നത്, കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നത്? കാരണം എന്ത് സംഭവിച്ചാലും ഈ നാട്ടിൽ ഒരു പോലീസ് ഉണ്ടെന്നും നിയമമുണ്ടെന്നും ഉള്ളൊരു വിശ്വാസമാണ്. ജനങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുണ്ടാകുമെന്നുള്ളൊരു വിശ്വാസമാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആ വിശ്വാസത്തിൻ്റെ മേൽ മുറിവേൽപ്പിക്കുകയാണ്. ഈ പരാതി ഉണ്ടോ എന്ന് അമ്മയോട് വിളിച്ച് ചോദിക്കാനുള്ള സമയം വേണ്ടല്ലോ നിങ്ങൾക്ക് ആ ഗുണ്ടകളെ പിടിക്കാൻ. ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമായി പോലീസോ അല്ലെങ്കിൽ സർക്കാരോ കാണേണ്ട കാര്യമൊന്നുമില്ല. പലരും പേടിക്കണം. നമുക്ക് റോട്ടിലൂടെ ഇറങ്ങി നടക്കാൻ പേടിയാണ്. കാരണം റോട്ടിലൂടെ പോകുന്ന സമയത്ത് ഹോൺ അടിക്കുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം ചിന്തിക്കണം, ഈ ഹോൺ അടിച്ചിട്ട് ഈ ഹോൺ കേൾക്കുന്നവൻ എത്തരത്തിൽപ്പെട്ടവനാണെന്ന്. കാരണം അവൻ കഞ്ചാവാണോ, അവൻ മയക്കുമരുന്നാണോ, അല്ല ഇനി അവൻ ഗുണ്ടയാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഹോൺ അടിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിക്കണം ഇനി അവൻ ഏത് ഗണത്തിൽപ്പെടുന്നവനാണെന്ന്. കാരണം വല്ലാത്ത വള്ളിയാണ് പിന്നീട് നമ്മുടെ തലയ്ക്ക് കയറി വരാൻ പോകുന്നത്. സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? അവൻ പുറത്ത് പോകുന്നു, അവൻ്റെ കാര്യങ്ങൾ തീർത്ത് തിരിച്ചു വരുന്നു. അവൻ സ്വയം മറ്റുള്ള അപകടങ്ങളിൽ ചെന്ന് വീഴാതിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് അവനായിട്ട് പോകാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണെന്നാണ് നമ്മുടെ മൊത്തത്തിലൊരു വിചാരം. പക്ഷേ പ്രശ്നം എന്താണ്? ഇന്നത്തെ കാലത്ത് നമ്മളൊന്ന് ഹോൺ അടിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ദേഷ്യം വരുന്ന കുറച്ച് പേരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവർ കലിപ്പന്മാരാകാം, ഗുണ്ടകളാവാം, കഞ്ചാവാം, ഏത് ഗണത്തിൽ വേണമെങ്കിലും അവരെ പെടുത്താം. അപ്പോൾ ഇവർ പിന്നീട് വന്ന് നമ്മളെ ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മുന്നിൽ വന്ന് നിർത്തി നമ്മളെ അറ്റാക്ക് ചെയ്യാം. നമ്മളൊരു ഫാമിലി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ യാത്ര പോകുന്നതെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ ആലോചിക്കുക. 2 വർഷം മുമ്പോ മറ്റാണ് ഈ തിരുവനന്തപുരത്തോ കൊല്ലത്തോ ആയിട്ട് ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഒരു അച്ഛനും മകളും കൂടെ കാറിൽ പോകുമ്പോൾ ഇതേപോലെ ഗുണ്ടകൾ വന്ന് അറ്റാക്ക് ചെയ്തു, അച്ഛനും മകളും കൂടെ അറ്റാക്ക് ചെയ്തു. ഈ അച്ഛൻ്റെ ഒക്കെ ഒപ്പം പോകുന്ന കുട്ടികളുടെ വിശ്വാസം എന്താണ്? അവർ സേഫ് ആണെന്നാണ് അവരുടെ വിശ്വാസം. ഈ അച്ഛൻ എന്ന് പറയുന്നവർക്ക് ഒരു സൂപ്പർ ഹീറോ ആയിരിക്കാം. പക്ഷേ ആക്ച്വലി എല്ലാ മനുഷ്യന്മാരും സൂപ്പർ ഹീറോ എന്നല്ലെങ്കിൽ പോലും കുട്ടികളുടെ കാഴ്ചപ്പാടിൽ അച്ഛൻ എപ്പോഴും സൂപ്പർ ഹീറോ ആണ്. അവർ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പാണ്. ഇവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ അച്ഛനെ അറ്റാക്ക് ചെയ്യുന്നത്, ഈ കുട്ടികളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഇത് എന്താണ്, ഏത് അവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്? ഗുണ്ടകളുടെ ഒരു താവളമോ അല്ലെങ്കിൽ കഞ്ചാവ് അല്ലെങ്കിൽ കരിപ്പന്മാരുടെ ഒരു താവളമാണോ? ഇത്തരം ഗുണ്ടകൾക്കെതിരെ ശക്തമായ നിയമ നടപടികളാണ് പോലീസ് നടത്തേണ്ടത്. പക്ഷേ പോലീസിന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എന്താണ്, അറസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ജയിലിടാം. പക്ഷേ അവർ സിമ്പിളായിട്ട് ജാമ്യത്തിൽ വരും, അല്ലെങ്കിൽ അവർ പരോളിൽ ഇറങ്ങുന്നു. പിന്നീട് അവർ സ്ലോ മോഷനിൽ നടക്കുന്ന വീഡിയോസ് വരുന്നു, സിഗരറ്റ് വലിച്ച് പുക വിടുന്ന വീഡിയോസ് വരുന്നു. എന്നിട്ട് അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മറ്റോടത്തൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര ട്രെൻഡിങ് ആവുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗുണ്ടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവും. അപ്പോൾ അവർ രാഷ്ട്രീയ ഗുണ്ടകളായി. ഈ രാഷ്ട്രീയ ഗുണ്ടകളെ ഒരിക്കലും ഒരു പോലീസുകാരും തൊടില്ല. തൊടാനുള്ള ധൈര്യം ഇന്നത്തെ പോലീസുകാർക്ക് ആർക്കില്ല, പോലീസുകാർക്കില്ല, ആർക്കില്ല. പാവം ജനങ്ങളുടെ നെഞ്ചത്ത് അവർ പിന്നെയും കയറിക്കൊണ്ടിരിക്കും. പിന്നെ അതിന് പറ്റുന്ന പാർട്ടിക്കാരാണല്ലോ നമുക്ക് ചുറ്റുമുള്ളത്. എന്തെങ്കിലും ഒരു ആക്രമണം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയി പാർട്ടി ഓഫീസിൽ അഭയം പ്രാപിക്കാം, പാർട്ടിക്കാരെ സംരക്ഷിച്ചോളും. അതാണല്ലോ നടന്നു വരുന്നത്. എക്സാമ്പിൾസ് നമുക്ക് മുമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്.